ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അബിയും നവിയും കുഞ്ഞിൻ്റെ നൂല് കെട്ടിനായിട്ടിരിക്കുകയാണ്. അന്നേരം അബി അയ്യോ അച്ഛൻ്റെ പൊന്നു മോനെ ചക്കര മുത്തേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ചടങ്ങുകൾ നടക്കുന്നു. നൂല് കെട്ടാനുള്ള നൂലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ദേവയാനി. നൂല് കെട്ടിക്കഴിഞ്ഞ് എല്ലാവരും ഓരോ സമ്മാനമൊക്കെ കൊടുക്കുമല്ലോ, ചെയിനും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പേര് വിളിക്കും കേട്ടോ. പേര് വിളിക്കുന്നത് അനന്തപത്മനാഭൻ എന്നാണ്. അന്നേരം അത് കേൾക്കുന്ന അനി പറയുന്നുണ്ട്, ഇവൻ മുത്തശ്ശനെ സോപ്പിടാൻ വേണ്ടിയാണ് കൊച്ചിന് അനന്തപത്മനാഭൻ എന്ന് പേരിട്ടത് എന്ന്. അന്നേരം ആദർശ് പറയും, എന്തെങ്കിലും കാണിക്കട്ടെ അവൻ, അതിന് നീ എന്തിനാ ടെൻഷനാകുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ പേര് കേട്ട് കഴിയുമ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, മുത്തശ്ശൻ്റെ പേരുമായിട്ട് ചേർന്ന പേരാണല്ലോ മോനിട്ടേക്കുന്നത്, നല്ല പേരാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയാണ്, അല്ലെങ്കിൽ അവന് മുത്തശ്ശൻ്റെ ജീവനാണല്ലോ എന്ന്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, ഇതിനു മുമ്പ് ഇവ മുത്തശ്ശൻ്റെ ജീവൻ എടുക്കുന്ന പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ഓ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മാവ, അതൊക്കെ കഴിഞ്ഞ കാലമാണ്, എൻ്റെ മകൻ ജനിച്ചതിന് ശേഷം എൻ്റെ സ്വഭാവം മാറി എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് നേരാ, ഇപ്പോൾ ഇവന് പണ്ടത്തെ സ്വഭാവം ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ അവിടുന്ന് പ്രസവത്തിനായിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അവനിങ്ങോട്ട് വരില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എപ്പോഴും വരുമായിരുന്നു, പ്രസവത്തിന് മുമ്പും ശേഷവും ഒക്കെ വരുമായിരുന്നു. ഇപ്പോഴാണ് ഇവൻ്റെ സ്വഭാവമൊക്കെ മാറിയത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഏതായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരമാണ് കനക പറയുന്നത്, അയ്യോ നന്ദൂട്ടൻ ഈ ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ അയക്കണമെന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയല്ലോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ ഇതിനിടയ്ക്ക് ഞാനും അതൊക്കെ മറന്നു പോയമ്മേ എന്ന്. അന്നേരം ജലജ അവിടെ വന്ന് പറയും, ആ മറന്നു പോകും, ഇപ്പോൾ വേറെ പലതും ആലോചിക്കാനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും, അതിനകത്ത് അതിശയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംശയിച്ച് നോക്കുകയാണ് കേട്ടോ കനക നയനയുടെ മുഖത്തേക്ക്. അതിനകത്ത് മൈൻഡ് ചെയ്യാതെ നയന, ആ എല്ലാവരും ഒന്ന് നിൽക്ക്, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ചാടി ഇറങ്ങുവാട്ടോ നമ്മുടെ അനി. ഇങ്ങോട്ട് എടുത്ത് ഞാൻ ഫോട്ടോ എടുത്ത് തരാം എന്ന് പറയും. എന്നിട്ട് എല്ലാവരോടും ചേർന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക്. അന്നേരം ജാനകി പറയുക, ഓ അവൾക്ക് അയച്ചു കൊടുക്കാനുള്ള ഫോട്ടോ ആയതുകൊണ്ട് അവൻ എന്നാ ഉത്സാഹമാണെന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറയും. അന്നേരം അബി പറയുന്നുണ്ട്, എനിക്ക് ഉത്സാഹം ഉള്ളതുകൊണ്ടൊന്നും അല്ല, ഏട്ടത്തിക്ക് പിന്നെ ഫോട്ടോസ് എടുത്ത് കൊടുക്കണ്ടേ, ഏട്ടത്തി എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ തുടങ്ങുകയല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയുന്നുണ്ട്, എവിടെ ചെന്നാലും ഇതുപോലുള്ള കുത്തുവാക്കും കാര്യങ്ങളും പറഞ്ഞ് അവൾക്കൊരു ശീലമായി, ഇത് പല തവണ ഞാൻ കേൾക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അജയൻ നീ എടുക്കടാ ഫോട്ടോ എന്ന് പറയും. അന്നേരം ജയനും പറയുന്നുണ്ട്, അത് തന്നെ, നീ അതൊന്നും കാര്യമാക്കണ്ടടാ, നീ എടുക്കുക എന്ന് പറയും. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണ് അനി. അന്നേരം ഫോട്ടോ എടുത്തു കഴിയുമ്പോഴേക്ക് അനി ഇങ്ങനെ ഓർക്കും, ഈ ഫോട്ടോസിലൊന്നും ഞാൻ ഇല്ലല്ലോ, എന്നെ കാണണമെന്ന് അവൾക്ക് തോന്നിയാലോ എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് പറയും, എനിക്ക് ഇനി 2 ഫോട്ടോ ഏട്ടൻ എടുക്കാമോ എന്ന് ചോദിച്ച് ആദർശിനെ കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോസൊക്കെ നന്ദുവിന് അയച്ചു കൊടുക്കും. അപ്പോൾ നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കൂട്ടുകാർ തുഷാര അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആഹാ കൊള്ളാലോ ഫോട്ടോസൊക്കെ, ഇതിൽ നിൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുക. ആ ഉണ്ട്, എൻ്റെ ചേച്ചിമാരെ നിനക്ക് പരിചയപ്പെടുത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അവരെ നീ ഇതിനു മുമ്പ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, എനിക്ക് അവരെ അറിയാം, ഈ നിൽക്കുന്നതാണല്ലോ നിൻ്റെ ആൾ എന്ന് ചോദിക്കും അനിയെ ചൂണ്ടി കാണിച്ചുകൊണ്ട്. അന്നേരം അതെ എന്ന് പറയുമ്പോൾ, ഏതായാലും നല്ല ആളാട്ടോ, എടി നീ എന്തിനാ ആ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നത്, ഇതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ തപ്പി ഞാൻ കുറേ കാലം നടന്നതാണ്, എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൺപിള്ളേരെ കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഒരു സ്നേഹമാണ് നിങ്ങളുടെ 2 പേരുടെയും, അത് നീ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്, അവൻ്റെ ഭാര്യ ഒരു രാക്ഷസിയായിരിക്കും, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ, ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നീ ഒട്ടും മടിക്കരുത്, അവനെ തന്നെ കെട്ടണമെന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ശരിക്കും അനിയുടെ സ്വഭാവം കാണുമ്പോൾ പേടിയാവുക, ടെൻഷനാണ് എന്നൊക്കെ പറയുമ്പോൾ തുഷാര പറയുന്നുണ്ട്, അനന്തമൂർത്തിയുടെ കൊച്ചുമക്കളല്ലേ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും നന്ദുവിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. നന്ദു അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നൂലുകെട്ടെല്ലാം കഴിഞ്ഞു, ആണുങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഗോവിന്ദനാണെങ്കിൽ അനന്തപുരിയിലെ കുറിച്ചിങ്ങനെ പുകഴ്ത്തി പറയാണ്, മുത്തശ്ശനെ പോലെ ഒരു കാരണവരുള്ളത് കൊണ്ടാണ് ആ കുടുംബം അങ്ങനെ പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ കാരണവന്മാരെ അനുസരിക്കുന്ന മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഉള്ള ഒരു കുടുംബം കാണാൻ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ജയനും അജയനും ഒക്കെ അത് സമ്മതിക്കുന്നുണ്ട്. അച്ഛൻ്റെ മരണം വരെ അച്ഛൻ്റെ കാൽക്കീഴിൽ അച്ഛനെ അനുസരിച്ച് ജീവിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ അവർ പറയുന്നുണ്ട്.
ഈ സമയം അകത്ത് ദേവയാനയാണെങ്കിൽ ജലജയോടും ജാനകിയോടും പറയാണ്, അവിടുന്ന് പോന്നപ്പോൾ രണ്ടെണ്ണത്തിനോട് പറഞ്ഞതാണ് ചന്തുമോളുടെ കാര്യം ആരോട് പറയരുതെന്ന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒളിഞ്ഞു മറിഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും അറിയിക്കാനുള്ള വ്യഗ്രതയാണ് രണ്ടെണ്ണത്തിനും എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്തിനാ ഏട്ടത്തി അതിങ്ങനെ മറച്ചു വെക്കുന്നത്? അതെന്നായാലും അറിയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് മറച്ചു വെക്കുന്നത് കൊണ്ട് ആർക്കാ പ്രയോജനം എന്ന് ചോദിക്കും. അന്നേരം അങ്ങോട്ട് കനകയും നയനയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടേ. എന്നിട്ട് പറയും, ഏതായാലും ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഇപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ നയനമോളുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ വരണേ എന്നത് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതിനിപ്പം ഇവൾക്ക് ഇതുപോലുള്ള ചടങ്ങുകളൊന്നും നടത്താൻ സാധിച്ചില്ലെങ്കിലും ഇനി അങ്ങോട്ട് വിഷമമൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറയും. അന്നേരം ഇങ്ങനെ അന്തിച്ച് നോക്കുക കേട്ടോ കനക നയനയുടെ മുഖത്തേക്ക്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇവൾ ഡിസൈനറാണ്, ഡിസൈനും വരച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന സമയത്തെ വല്ല ഗൈനക്കോളജിസ്റ്റിനെയും പോയി കാണുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു കൊച്ചുകളുടെ കയ്യിലും ഇരുന്നേനെ എന്ന് പറയും. ഇതെല്ലാം കേട്ടിങ്ങനെ ദേഷ്യം വരുന്ന നയന പറയുന്നുണ്ട്, അതെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നോളും, അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും. അതിപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന ദേവയാനിക്ക് ദേഷ്യം വരും. ദേവയാനി മോളിങ് വന്നേ എന്ന് പറഞ്ഞ് നയനേനെ മാറ്റി നിർത്തും. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഇവളുമാരുടെ ഭീഷണിക്ക് മുന്നിൽ മിണ്ടാതിരിക്കുന്നതിന് ഭേദം ഇതൊക്കെ കനകയോടും ഗോവിന്ദനോടും അങ്ങ് പറയുന്നതല്ലേ മോളെ നല്ലത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, വേണ്ട, നൂലുകെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ്, ആ സന്തോഷം കളയണ്ട, ഏതായാലും അറിയേണ്ട ഒരു സമയം വരുമ്പോൾ അങ്ങ് അറിയും, അന്നേരം അറിഞ്ഞാൽ മതി എന്ന് പറയും. എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് പോരുവേ. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അമ്മായിയമ്മയും മരുമോള് വലിയ ടേംസിലൊന്നും അല്ലല്ലോ, എന്നിട്ട് എന്താ പോലും രണ്ടുപേരോട് മാറി നിന്ന് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, മിക്കവാറും മാറ്റി നിർത്തി വഴക്ക് പറയുമായിരിക്കുമെന്ന്. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കനകയ്ക്ക് ചിരി വരുന്നുണ്ട്. അന്നേരം അവർ ഏതായാലും അത്രയും സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കനക ചോദിക്കും, എന്താ രണ്ടുപേരൂടെ മാറി നിന്ന് സംസാരിച്ചതെന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ സംസാരിച്ച കാര്യം തന്നെയാണ് മോളോട് ഞാൻ പറഞ്ഞത്, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ് എന്നൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. അന്നേരവും ഈ കുത്തുവാക്ക് പറയുന്നത് ജലജയുടെ ഒരു സ്വഭാവമായതുകൊണ്ട് ജലജ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അബിയാണ് കാണിക്കുന്നത്. അബിക്ക് ഭയങ്കര സന്തോഷം മോനോട്, എടാ ചക്കര മുത്തേ അച്ഛൻ്റെ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നയനക്ക് ഒരു കുലുക്കവും ഇല്ല, അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അതെ നിൻ്റെ അനിയത്തിക്ക് ബുദ്ധിയുണ്ട്, അങ്ങനെ വഴക്കുണ്ടാക്കി ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിലേ നിൻ്റെ അനിയത്തിക്ക് തന്നെയാണ് നഷ്ടമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവൾ ബുദ്ധിപൂർവ്വം പെരുമാറുന്നതാണ് എന്ന് പറയുമ്പോൾ നവ്യയ്ക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അവൾ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകാത്തത്, ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ നിന്നെ കത്തിച്ചേനെ എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അതങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ ഞാനാണ് ഈ തെറ്റ് ആ വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേനെ, ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തതിനാണ് എന്നെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തിയത് എന്ന് അബി പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയും, അനന്തമൂർത്തി സാർ വലിയ പാരമ്പര്യമുള്ള ആളാണ്, എല്ലാം സത്യസന്ധമായിട്ടേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലൊരു കാര്യം ആദർശേട്ടൻ ചെയ്തിട്ട് ആദർശേട്ടനല്ല ഇപ്പോഴും കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത്. എനിക്ക് പോലും മനസ്സുകൊണ്ട് വെറുപ്പായിപ്പോയി. നൂല് കിട്ടിയ സമയത്ത് ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. പണ്ട് എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു, അതിൻ്റെ ഇരട്ടി ഞാനിപ്പോൾ വെറുക്കുന്നുണ്ട് എന്നൊക്കെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, എന്തായിരുന്നു നിനക്ക് ആദർശേട്ടനോടുള്ള ഇഷ്ടം, നീ പറയായിരുന്നല്ലോ നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ആദർശേട്ടനാണ്, ആദർശേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനില്ല എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ മനസ്സിലായല്ലോ, ഇവരെല്ലാം പുറമേ കാണിക്കുന്ന പോലെ ഒന്നും അല്ല, അത്ര നല്ല മനുഷ്യരല്ലെന്ന് എന്നൊക്കെ നിനക്ക് മനസ്സിലായല്ലോ എന്നിങ്ങനെ നവ്യയുടെ മനസ്സിലിങ്ങനെ പറഞ്ഞ് വിഷം കയറ്റിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അബി. അതിനനുസരിച്ച് പണ്ടത്തെ സ്വഭാവത്തിലേക്ക് നവ്യ വരുവാണോ എന്ന് അറിയില്ല. നവ്യ അതെല്ലാം അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് ജലജയും ജാനകിയും അവരെല്ലാവരും അവരുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നയന പറയാണ്, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു നന്ദൂട്ടന്, ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, മോൾക്ക് ആകെ വിഷമമായി കാണും, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് ഇവിടെ നടക്കുമ്പോൾ അവൾ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത്, അതിൻ്റെ സങ്കടം കാണും എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, പിന്നെ സങ്കടം കാണും, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവിടെ അനി വരുമെന്ന് അവൾക്ക് അറിയാലോ, അന്നേരം അനിയെ കാണാനും എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു, അത് സാധിക്കാതെ പോയതിൻ്റെ വിഷമം അവൾക്ക് കാണുമെന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, നന്ദൂട്ടൻ ഇനി അനിയുടെ പുറകെ വരാനൊന്നും പോകുന്നില്ല, അവൾ ഞങ്ങൾക്ക് തന്ന വാക്കാണ് അത് എന്ന് പറയും.
അന്നേരം ജലജ പറയുന്നുണ്ട്, എന്തിനാണ് പാലിക്കാൻ പറ്റാത്ത വാക്കൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അപ്പച്ചി വന്നപ്പോൾ തൊട്ട് ഇതുപോലുള്ള കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്, ഇനി ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലേ അനി ആദർശനാണല്ലോ ഫോളോ ചെയ്യുന്നത്, ആ സ്ഥിതിക്ക് ഈ സത്യങ്ങളൊന്നും പാലിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരവും നമ്മുടെ ജാനകിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചടങ്ങിൽ എൻ്റെ മരുമകളും പങ്കെടുക്കേണ്ടതാണ്, ഇവിടെ നന്ദു ഇല്ലാഞ്ഞിട്ട് കൂടി അവൾ ഇങ്ങോട്ട് വരാത്തതേ അത്രത്തോളം സങ്കടവും ദേഷ്യവും അവൾക്ക് ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അബിയുടെ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരും. അന്നേരം ദേവയാനി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ഓടിപ്പോയി എടുക്കും കേട്ടോ. എന്നിട്ട് എടാ അബി, നീ കുഞ്ഞുങ്ങളെ എടുക്കാനൊക്കെ പഠിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജലജയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, ജലജ എല്ലാവരും പറഞ്ഞത് നേരാട്ടോ, നിന്നെപ്പോലെ തന്നെയാണല്ലോ മോന് എന്നിങ്ങനെ പറയുമ്പോൾ ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നവ്യ പറയുന്നുണ്ട്, ആ ഷേപ്പിന് കുഴപ്പമില്ല, ആ സ്വഭാവം കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കലിപ്പിലിരിക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവിടെ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.